നിന്റെ കൂടെ എന്താ ഞാൻ നടക്കണേന്ന് അറിയോ? കാരണം നിന്റെ കൂടെ നടന്നാൽ നിന്നെ ആരും നോക്കത്തില്ല, എന്നെയും നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശിഷ്ടാവശിഷ്ടമായിട്ടുള്ളൊരു ഫ്രണ്ട് എനിക്ക് അങ്ങ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഹോ, അവനെന്ത് ടോക്സിക് ആണല്ലേ. പക്ഷെ അന്ന് ആ ടോക്സിസിറ്റി ലെവൽ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. കാരണം അവൻ്റെ ടോക്സിസിറ്റി ലെവലിൽ ഞാൻ അവനൊരു ഓസ്കാറെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടതായിരുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ട് മടുത്തിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ആയിരിക്കും. ആ കളറ് ചേരില്ല കേട്ടോ, കാരണം കുട്ടി ഡാർക്കാ. അല്ല, നിന്റെ വീട്ടിലെ എല്ലാ ഫുഡും നീയാണോ കഴിക്കണേ? എന്തൊരു തടിയാ. അല്ല മോളെ, നിനക്ക് വീട്ടിൽ തിന്നാനൊന്നും കിട്ടണില്ലേ? നീ എന്തിങ്ങനെ ശോഷിച്ചിരിക്കണേ? നിനക്ക് ഹൈറ്റ് തീരില്ല കേട്ടാ. നീ വല്ല മരത്തിന്മേൽ അങ്ങനെ പോയി തൂങ്ങി കുറച്ച് ഹൈറ്റ് ഉണ്ടാക്കട്ടാ. അങ്ങനത്തെ ഒരുപാട് 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 ബോഡി ഷേമിങ്സ് ഫേസ് ചെയ്തിട്ടായിരിക്കും ഒട്ടുമിക്ക എല്ലാവരും വന്നിട്ടുണ്ടാവുക. അതിപ്പോൾ സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ നിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ നിന്നാണെങ്കിലും നാട്ടുകാരുടെ നിന്നാണെങ്കിലും വീട്ടുകാരുടെ നിന്നാണെങ്കിലും എന്തിന് അറിയാത്ത ആൾക്കാർ വരെ നമ്മൾ വന്നിട്ട് വെറുതെ ജഡ്ജ് ചെയ്തിട്ട് പോകും. നമ്മളാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ വന്നിട്ട് ആ ബൂസ്റ്റിങ് ഒറ്റയടിക്ക് ടക്ക് എന്നാണ് പൊടിക്കും. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനും ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം എൻ്റെ കസിൻസും ഈ സെയിം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എന്താലേ, ഒരു മാറ്റവും ഇല്ല. സോ നമ്മൾ സ്വയം തീരുമാനിക്കുക, നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കും ഒരു തരത്തിലും ഒരു വിഷമം ഉണ്ടാവരുതെന്നുള്ളത്. ഇഫ് സമൺ കംസ് ടു യു, ഗ്രീറ്റ് ദം, give a beautiful smile and make a conversation with them, because they will definitely remember the rest of their life.